ആമസോൺ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ സാധനങ്ങളുണ്ട്, കുറച്ചൊന്നും ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല, പക്ഷേ ഞാൻ വിചാരിച്ചു ഓർഡർ വെച്ച് വീഡിയോ എടുക്കാം. അപ്പോൾ മീഷോന്നാണ് കൂടുതലും സാധനങ്ങളുള്ളത്, ചെറുതാണെങ്കിലും കൂടുതലുള്ളത് മീഷോന്നാണ്. ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങളുള്ളൂ, പക്ഷേ എനിക്കത് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. കിച്ചൺ ഓർഗനൈസിങ് ജാർസൊക്കെയാണ് കൂടുതലും ആമസോണിൽ നിന്ന് വാങ്ങിയത്. അത് നല്ല ക്വാളിറ്റിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റീസണബിൾ ഇതിൽ കിട്ടി. അതാണ് എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളെ കാണിക്കാം. പക്ഷെ അത് കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ആദ്യം മീഷോയിലെ സാധനങ്ങളൊക്കെ കവർ ചെയ്തിട്ട് ലാസ്റ്റ് ആമസോണിലെ കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. അത് ക്രിസ്മസ് ഡെക്കറേഷൻ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും. ഇങ്ങനെയാണ് പാക്കിംഗ് ഒക്കെ വന്നത്. നോട്ട് വെരി നൈസ്, പക്ഷെ ഇത് പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കട്ടിംഗ് ബോർഡ് എന്നാണ് അവർ പറയുന്നത്, പക്ഷെ ഇത് നമുക്ക് കട്ടിംഗ് ബോർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് നല്ല വുഡല്ല. ഇത് എനിക്ക് തോന്നുന്നു ബാമ്പു ആണോ സംഭവം എന്നറിയില്ല, പീസൊക്കെ വെച്ച് ഒട്ടിച്ച്. ഞാനിത് മെയിൻലി ഷോ പീസായിട്ട് വാങ്ങിയതാണ്. ആക്ച്വലി എനിക്ക് കുറേ ടൈപ്പ് കട്ടിംഗ് ബോർഡ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് കിച്ചണിൽ ഇഷ്ടമാണ്. അപ്പോൾ കിച്ചൺ മേക്കോറാണ് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ. അപ്പോൾ ഞാൻ അതിന് ഉദ്ദേശിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഈ ഒരു കളറും അല്ലായിരുന്നു മീഷോയിലെ ഇമേജ്. ഞാൻ ഇവിടെ കൊടുക്കുക പിക്ചർ, ഞാൻ അത് പ്രതീക്ഷിച്ചാണ് വാങ്ങിയത്, ആ ഒരു ഡാർക്ക് ഇത്. പക്ഷെ വന്നത് ഇതാണ്. ഇനി അടുത്ത പ്രോഡക്റ്റും നിങ്ങൾ ക്രിസ്മസ് ഡെക്കറേഷൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് തരാമെന്ന് പറഞ്ഞിരുന്നു ഈ വീഡിയോ ചെയ്യണ സമയത്ത്. അത് ഞാൻ ബോക്സിൽ നിന്നൊക്കെ എടുത്ത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇത് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വന്നത്. 3 ലെഗും ഊരിയിട്ടാണ് വന്നത്. നമുക്കിതിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ലെഗ് വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കയറ്റിയാൽ മതി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ റേറ്റിൽ നല്ലൊരു സാധനമായിട്ട് തോന്നി, കാരണം ഈ വർക്കൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാൻ ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ എനിക്കറിയില്ല പോസിബിൾ ആവണേന്ന്. ഇത് ഞാൻ വാങ്ങിയത് 400 സംതിങ് ഇതിനാണ്. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് നോക്കിയപ്പോൾ 500 സംതിങ് ആണ്. പ്ലാന്റ് സ്റ്റാൻഡ് എന്നാണ് അവർ ഇതിന് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് ഞാൻ പ്ലാന്റ് വെക്കൂല, കാരണം ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് കാണണ്ടേ, ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട്. ലിവിങ് റൂമിൽ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോൾഡൻ ഫോർക്കും സ്പൂണും, അതായത് ടേബിൾ സ്പൂണും ഫോർക്കിൻ്റെയും ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായി. ഞാനിത് റെക്കമെൻഡ് ചെയ്യേയില്ല, ക്വാളിറ്റി തീരെ ഇല്ല, ഭയങ്കര ചീപ്പ് പ്രൊഡക്റ്റാണ്. കളറൊക്കെ ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഞാനത് റിട്ടേൺ ചെയ്യാതിരുന്ന കാര്യം, 2 സെറ്റ് ഞാൻ ഓർഡർ ചെയ്തു, ഒരെണ്ണം റിട്ടേൺ ചെയ്ത്. ഇത് റിട്ടേൺ ചെയ്യാതിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഗോൾഡൻ സ്പൂൺസിനൊരു ഭംഗിയുണ്ട്. എനിക്ക് വേറെ കിട്ടണത് വരെ, നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടണത് വരെ ഇത് യൂസ് ചെയ്യാം. 6 ഫോർക്കും 6 ടേബിൾ സ്പൂണുമുള്ള സെറ്റാണ്. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അത് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഇത് അടിപൊളിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മസാല സ്പൂൺസ്. അതായത് എനിക്കിങ്ങനെ ഓരോ ജാറിനും ഓരോ സ്പൂണുള്ളതാണ് ഇഷ്ടം. 12 എണ്ണത്തിൻ്റെ സെറ്റാണ്. ഡിസൈനൊന്നുമില്ല, നോർമലാണ്, പക്ഷേ ഇറ്റ്സ് വെരി ക്യൂട്ട്, കാരണം കുഞ്ഞിതായതുകൊണ്ട്. പിന്നെ നമ്മൾ ലിഡ് ഓർഗനൈസറാണ് വാങ്ങിയത്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതായത് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഡ്രോയിൽ എല്ലാ പാത്രങ്ങളും ലിഡൊക്കെ ഒരുമിച്ച് കിടക്കുകയാണ്. എടുക്കാനും കഴുകി വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ലിഡുകളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. സംഭവത്തിന് ക്വാളിറ്റി ഉണ്ട്, പെട്ടെന്ന് വളഞ്ഞു പോണതോ ഒന്നുമല്ല, പക്ഷേ ഒരു നോർമൽ ഒരു സാധനം. അത്ര റീസണബിൾ ആണ്. 100 സംതിങ് 200 സംതിങ് എന്തോ ആണ്. അതിനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ ഇറ്റ് ഡസ് ദ പർപ്പസ്. ഇനി നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി 2 എണ്ണം യൂസ് ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് ഇതിനകത്ത് 2 എണ്ണം കാണുന്നുണ്ടാവില്ല. ഇങ്ങനെ ഈ പാക്കിങ് കാണിക്കാനാണ് ഞാൻ ബാക്കി എടുക്കാതെ ഇങ്ങനെ തന്നെ വെച്ചത്. നല്ല ടൈറ്റായിട്ട് നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നത്. മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ ഇത്ര നല്ല പാക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര. അപ്പോൾ ഇത് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ഉള്ള കപ്പാണ്. ചെറിയൊരു സൈസാണ്. 6 എണ്ണത്തിൻ്റെ സെറ്റ്. ആ പ്രൈസിന് ഈ ക്വാളിറ്റിയിൽ 6 കപ്പ് കിട്ടാൻ
അടിപൊളി. ഇതേ സെയിം പാറ്റേണിൽ മീഷോയിലൊരു സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കർ ഉണ്ട്, പിന്നെ ഒരു വാസുണ്ട്, ഒരു ശരിക്കും കാക്ടസിൻ്റെ ഷേപ്പിൽ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് അതന്നെ വാങ്ങിയാലൊരു പെയർ പോലെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇനി 3 ഐറ്റം കൂടിയാണ് മീഷോയിൽ വാങ്ങിയിട്ടുള്ളത്. ഒരു ഐറ്റം ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സംഭവം തോന്നുന്നു, ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇതിൻ്റെ കളറൊക്കെ മാറ്റും, പക്ഷേ കപ്പ് ഞാൻ ചെറിയ കപ്പ് വാങ്ങിയിട്ട് ഇതിൽ തൂക്കി ഒരു നമ്മുടെ കിച്ചൺ കൗണ്ടറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ വേറൊരു ചെറിയ ടേബിളിലോ ആയിട്ടോ ഒരു ടീ സ്റ്റേഷൻ അല്ലെങ്കിൽ കോഫി സ്റ്റേഷനൊക്കെ വേണ്ടിയിട്ട് ഇത് വെക്കാൻ നല്ലതാണ്. ഞാൻ ആ കപ്പ് വെച്ച് കാണിച്ചു തരാം. 6 കപ്പും തൂക്കിയിട്ട ആ സംഭവം. നേരത്തെ നമ്മൾ ലിഡ് ഓർഗനൈസ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് രണ്ടും എനിക്കിങ്ങനെ ഒരുമിച്ച് വെക്കാനാണ്. അതായത് ഇതിൽ പാത്രങ്ങളും ഇതിൽ ലിഡും വെക്കാൻ. ഇതിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഒരുപാട് വലിയ പാത്രങ്ങൾ വെക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ വെച്ച് നോക്കി, അത് കറക്റ്റ് കയറുന്നുണ്ട്. ഈ സ്പേസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇമേജിൽ കാണുമ്പോൾ ഇങ്ങനെയല്ല, വലിയ പാത്രം വെച്ച പോലെ ഉണ്ട്. ലാസ്റ്റത്തെ പ്രോഡക്റ്റ് മീഷോന്ന് ഞാൻ ഏറ്റവും ബെസ്റ്റ് സാധനം ഏറ്റവും ലാസ്റ്റ് വെച്ചതാണ്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ്. കാരണം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യാനും ഒരുങ്ങാനും ഒക്കെ ഒരു സെറ്റപ്പ് ഒരു സൈഡിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്കൊരു മിറർ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മിറർ. ക്വാളിറ്റി വുഡൻ ആണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, കാരണം ഇത് എന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല, എന്തായാലും വുഡല്ല. പക്ഷേ ഈ പ്രൈസിന് ഇത് അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് മിറർ. ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര അടിപൊളിയാണ്, ക്വാളിറ്റി ഈ പ്രൈസിന് അടിപൊളിയാണ്. മീഷോയിലെ എല്ലാ ഐറ്റംസും കഴിഞ്ഞ് ആകെ 2 സാധനങ്ങളാണ് ആമസോണിൽ നിന്നുള്ളൂ. അത് 2ഉം ജാറുകളാണ്, പൾസസും അരിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പോലത്തെ ജാറുകളാണ്. ചെറുതല്ല, വലിയ ജാറുകളാണ്. ഫസ്റ്റത്തെ സാധനം ഇതാണ്. നല്ല വെയിറ്റ് ഉണ്ട് പെട്ടിക്ക്, അടിപൊളി പാക്കിങ്ങിലാണ് വന്നത്. പെട്ടിയിൽ 4 ജാറാണ് വന്നത്. അതിൽ ഓരോന്നും ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് വന്നത്, പൊട്ടിട്ടൊന്നുമല്ല വന്നത്. എനിക്ക് ഈ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ചെറിയ സൈസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സൈസിൽ എനിക്ക് പൾസസ് ഒക്കെ ഇട്ട് വെക്കാൻ നല്ലതായിരിക്കില്ലേ. സെറ്റ് ഓഫ് 4, ഇപ്പോൾ 2 സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ ഇവിടെ പ്ലാസ്റ്റിക് ആണ് സംഭവം, ടൈറ്റ് തന്നെയാണ്, പക്ഷെ എയർ കയറിയിരിക്കും എനിക്ക് തോന്നാം. മറ്റേ റബ്ബർ ആകുമ്പോൾ ശരിക്കും ടൈറ്റ് ആയിട്ടിരിക്കും. 1200 ml ആണ് കൊള്ളുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ്. 3.5 ലിറ്റേഴ്സ് കൊള്ളുന്ന ഒരു ജാറാണ്. ഇതും ഫ്ലൂട്ടഡ് തന്നെയാണ് സംഭവം. എനിക്ക് അരി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. തുറന്നു തരാം. മറ്റേ ഇതിനോട് ചേർന്ന രീതിയിൽ ഞാൻ എടുത്തതാണ് ഈ ഫ്ലൂട്ടഡ്, പക്ഷെ ഇതിൻ്റെ ഷേപ്പ് ഭയങ്കര യുണീക്ക് അല്ലേ. ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങി. ഒരെണ്ണം ബസ്മതി അരി ഇട്ട് വെക്കാനും പിന്നെ ഒരെണ്ണം സാധാരണ നമ്മൾ മട്ട അരി ഇട്ട് വെക്കാൻ വേണ്ടി. അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസ് ആയിരുന്നു. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സംഭവം. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കയറി നോക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.